ഞാൻ നമ്മുടെ കൊച്ചിയുടെ കടലിന്റെ ഭംഗിയെ ആസ്വദിക്കാൻ പോവുകയാണ്. അപ്പൊ ഒരു ക്രൂയിസിലാണ്, ക്ലാസിക് ഇമ്പീരിയൽ നിന്ന് ക്രൂയിസിലാണ് ഞാൻ യാത്ര ചെയ്യണത്. 2500 രൂപ മുതിർന്നവർക്ക് വരും, കുട്ടികൾക്ക് 1000 രൂപയും വരും. അപ്പൊ നല്ല മനോഹരമായിട്ടുള്ള കൊച്ചിയുടെ കാഴ്ചയെ കാണാം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എങ്കിലും പറഞ്ഞുതരാം കേട്ടാ. ഇതിലെൻ്റെ യാത്ര വൈകിട്ട് 5 മണി തൊട്ട് 9 മണി വരെയുള്ള പാക്കേജിലായിരുന്നു. ഇതിൽ ടീ, സ്നാക്സ്, പിന്നെ ഡിന്നറും ഉണ്ട് ഇതിൽ. അപ്പോൾ ഈ ക്രൂയിസ് കാണാൻ നല്ലൊരു പ്രത്യേക ഭംഗിയാണ്, നല്ല ഡിസൈനൊക്കെയാണ് അത്. അതിൻ്റെ പെയിൻറ്റിങ് ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഈ കയറി ചെല്ലുമ്പോൾ അവിടെയാണ് ആ ക്യാപ്റ്റനിരിക്കുന്ന സ്ഥലം, ഈ ഗ്ലാസിൻ്റെ അകത്താണ് ക്യാപ്റ്റനിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലോട്ട് ചെന്നപ്പോൾ തന്നെ വേറെ കുറേ ആളുകളുണ്ടായിരുന്നു. ഞങ്ങളെ ആളുകളല്ലാണ്ട് വേറെ കുറേ ആളുകളും തൃശ്ശൂരിൽ നിന്നും ദൂര സ്ഥലങ്ങളിൽ നിന്ന് വന്നവരൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയായിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ. അതിലൊരു പപ്പാനീനുണ്ട്, പപ്പാനെ ഞാൻ പരിചയപ്പെട്ടു. അപ്പോൾ പുറമേയുള്ള കാഴ്ചയൊക്കെ നല്ല മനോഹരമാണ്. നമ്മുടെ കായലിലെ കാഴ്ച, അവിടെ ബോട്ട് കിടക്കുന്ന കാഴ്ച മനോഹരമാണ്. ദൂരെ കപ്പലൊക്കെ കിടക്കുന്ന കാണാം. അങ്ങനെ നമ്മുടെ കൊച്ചിയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് പതുക്കെ തന്നെ കപ്പൽ അല്ല ഈ ക്രൂയിസ് പതുക്കെ നീങ്ങണം. അതിന് മുമ്പ് ഒരു ചായ ഉണ്ട്, ചായയും സ്നാക്സൊക്കെ കിട്ടും. അതുപോലെ ചെറിയ കുറച്ച് പ്രോഗ്രാമുകളൊക്കെ ഉണ്ട് ആ സമയത്ത്. അപ്പോഴത്തേക്കും ഈ ക്രൂയിസ് ചെറുതായിട്ട് നീങ്ങി തുടങ്ങും. അപ്പോൾ നമ്മുടെ കൊച്ചിയുടെ കായൽ ഭംഗിയും നമ്മുടെ ബോട്ടുകളും ഇതൊക്കെ കാണാൻ സാധിക്കും. നല്ല സൂര്യാസ്തമയത്തിൻ്റെ ദൂരക്കാഴ്ചകളൊക്കെ ഭയങ്കര മനോഹരമാണ്. ഒരാളുകളൊക്കെ ഡാൻസും പാട്ടൊക്കെ ആയിട്ട് നല്ലതാണ് കാഴ്ചയാണ്. അതുപോലെ തന്നെ ഞങ്ങൾ സൂര്യൻ അസ്തമിക്കുന്ന കാഴ്ച പുറത്തു പോയിന്ന് കണ്ടു. അപ്പോഴത്തേക്കും സൂര്യൻ അസ്തമിച്ചു തുടങ്ങി. സന്ധ്യയുള്ള കാഴ്ച നല്ല മനോഹരമാണ്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ അകത്തോട്ട് പ്രവേശിച്ചു. പിന്നെ DJ പാർട്ടി ആയിരുന്നു. അപ്പോൾ ഞാനും ചെറുതായിട്ടൊക്കെ പങ്കെടുത്തു. നല്ല ഉഗ്രൻ പരിപാടിയായിരുന്നു അതൊക്കെ. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഫുഡ് ഉണ്ടായിരുന്നു, വെജ് നോൺ വെജൊക്കെ ഉള്ള ഫുഡായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് കൊച്ചിയിലോട്ട് കൊണ്ട് പോകുന്നു. അപ്പോൾ തിരിച്ചു വരുമ്പോഴും നമ്മുടെ കൊച്ചിയുടെ കാഴ്ച കണ്ട ഒരു സിംഗപ്പൂർ വരെയൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ ഈ യാത്രയിലൊക്കെ പോയി പങ്കെടുക്കണം.